ഹായ് ഗൈസ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1552 ലീഡ് കോഡ് മാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ബോൾസ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫേമസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് അഗ്രസീവ് കൗസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ലീഡ് കോഡിൽ അഗ്രസീവ് കൗസ് എന്ന് പറഞ്ഞ പെർഫെക്റ്റ് ആ ഒരു കറക്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ട് ഇതൊരു വേരിയൻ്റ് ആണ്. ആ ക്വസ്റ്റിൻ്റെ വേറൊരു വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ലോജിക്ക് സെയിം ആണ്, ജസ്റ്റ് ഇതിൻ്റെ എഴുതിയിരിക്കുന്ന രീതി ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. ഇതിൽ റിക്കും മോർട്ടിയുടെയും കഥയാണ്. അത് റിക്കും മോർട്ടി ഒരു സ്റ്റൈലാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ ദ യൂണിവേഴ്സ് എർത്ത് C-137 Rick discovered a special form of magnetic force between two balls if they are put in his new invented basket. Rick has n empty baskets. If the ith basket is at position I, Morty has m balls and needs to distribute the balls into baskets such that the minimum magnetic force between any two balls is maximum. അതായത് കുറേ ബാസ്കറ്റ്സ് ഉണ്ട്, അതെല്ലാം ഈ പൊസിഷൻ അറയ്ക്കാതായിരിക്കും. ഈ പൊസിഷൻ അറേ എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ ഇതാണ് ഒരു അറേ എന്നുണ്ടെങ്കിൽ ഇതിൽ 1ഉം 2ഉം 3ഉം 4ഉം 7ഉം എല്ലാം കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ ഈ ബാസ്കറ്റ് എല്ലാം ഈ പല പല കോർഡിനേറ്റ്സിലാണ് ഇരിക്കുന്നത്. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? വി ഹാവ് ടു എൻഷുർ ദാറ്റ് ദി മിനിമം മാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ എനി ടു ബോൾസ് ഇസ് മാക്സിമം. ഈ ഒരു ലൈനാണ് നമ്മളെ കൺഫ്യൂഷൻ ആകുന്നത്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് നമുക്ക് ഈ ബോൾസിൽ സെപ്പറേറ്റ് ചെയ്തിടണം, ഈ ബാസ്കറ്റിൽ സെപ്പറേറ്റ് ചെയ്തിടണം. പക്ഷേ മിനിമം മാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ എനി ടു ബോൾസ് ഇസ് മാക്സിമം. ഇത് നമുക്ക് ഞാൻ പറഞ്ഞതിന് കൂടി വേറൊരു കാര്യം പറയാം. Rick has stated that the force between any two different balls at position x and y is x minus y, absolute value of x minus y. അതായത് രണ്ട് ബോൾസ് തമ്മിലുള്ള മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്, ഇറ്റ്സ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ്. അതായത് ഇവർ തമ്മിലുള്ള ദൂരത്തിൻ്റെ അളവ് തന്നെയാണ് അവർ തമ്മിലുള്ള ഫോഴ്സിൻ്റെ അളവ്. അതായത് ഫോഴ്സ് കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് വെച്ച് കണ്ടുപിടിക്കും. കാര്യം ഫോഴ്സും ഡിസ്റ്റൻസും ഈക്വൽ ആണെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ എൻ്റെ ഈ 4 - 1 ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്, അത് തന്നെയാണ് എൻ്റെ ഫോഴ്സ്. അപ്പം നമുക്ക് കോർഡിനേറ്റ് അറേ തന്നിട്ടുണ്ട്. അതായത് ഒരു അറേ നിറച്ച് ആ ബാസ്കറ്റ് ഇരിക്കുന്ന കോർഡിനേറ്റ്സ് ആണ്. നമുക്ക് നമ്പർ ഓഫ് ബോൾസ് തന്നിട്ടുണ്ട്, എത്ര ബോളാണ് ആ ബാസ്കറ്റ്സിൽ ഇടേണ്ടതെന്നുള്ളത്. നമുക്ക് എന്താ ചെയ്യേണ്ട? മിനിമം വി ഹാവ് ടു എൻഷുർ ദാറ്റ് ദ മിനിമം മാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ എനി ടു ബോൾസ് ഇസ് മാക്സിമം. ഈ ഒരു ലൈനാണ് കുറച്ച് കൺഫ്യൂസിങ്. പക്ഷേ ഇങ്ങനെ വരുന്ന ലൈൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ബുക്ക് അലൊക്കേഷൻ പ്രോബ്ലത്തിൽ ഇതേ സെയിം ലൈൻ വന്നിട്ട് നമ്മൾ അത് ചെയ്തു. ബൈനറി സെർച്ച് വെച്ച് ഇത് ബൈനറി സെർച്ച് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ മിനിമം ഫോഴ്സ് ബിറ്റ്വീൻ എനി ടു ബോൾസ് ഇസ് മാക്സിമം എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു അറേ തന്നിട്ടുണ്ട്. ഈ അറേ എന്താണ്? 1 2 3 4 7 1 2 3 4 7. ഓക്കെ, ഈ അറയ്ക്കകത്ത് എത്ര എലമെൻസ് ഉണ്ട്? 1 2 3 4 5 എലമെൻസ്. ഓക്കെ, ഈ അറേ സോർട്ടഡ് ആണ്. പക്ഷേ ഇത് ക്വസ്റ്റ്യനിൽ സോർട്ടഡ് ആവാം, അൺസോർട്ടഡ് ആവാം. 5 4 3 2 1 കണ്ട. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സോർട്ടഡ് അറേ യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അറേ എങ്ങനെ കിട്ടിയാലും നമ്മൾ അതിൽ നിന്ന് ആദ്യം സോർട്ട് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ അറേ സോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സോർട്ട് ചെയ്യുന്നത് ഞാൻ പറയാം. ആദ്യം നമ്മൾ ഈ അറേ അങ്ങ് സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അറേ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ഓൾറെഡി സോർട്ടഡ് ആണ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈ കോർഡിനേറ്റ്സ്, നമുക്ക് ഈ അറേ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ് ആണ്. ഈ കോർഡിനേറ്റ്സുകളിൽ നമുക്ക് ഓരോ ബോൾ വെക്കണം, സച്ച് ദാറ്റ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദോസ് ബോൾസ് ഈസ് മാക്സിമം. അതെന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഒരു ബോൾ വെച്ചു, ഇവിടെ ഒരു ബോൾ വെച്ചു, ഇവിടെ ഒരു ബോൾ വെച്ചു, ഇവിടെ ഒരു എത്ര ബോൾസ് നോക്കാം? നമുക്ക് ബോൾസ് നോക്കണം. 3 ബോൾസ്. ഓക്കെ, 3 ബോൾസ്. ഇവിടെ ബോൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 എണ്ണമാണ്. നമുക്ക് ഇവിടുത്തെ ബോൾസ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ഫസ്റ്റും സെക്കൻഡും ബോൾ നമ്മൾ ഡിസ്റ്റൻസ് എത്രയാണ്? ഫസ്റ്റും സെക്കൻഡും ബോളിൻ്റെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 2 - 1 1. സെക്കൻഡും തേർഡും ബോളിനുള്ള ഡിഫറൻസ് എത്രയാണ്? 3 - 2 1. ഓക്കെ, ഫസ്റ്റും തേർഡും നമ്മൾ ബോളിൻ്റെ ഡിഫറൻസ് എത്രയാണ്? അതെന്ന് പറയുന്നത് 3 - 1 2. ഓക്കെ, ഈ ഡിസ്റ്റൻസുകളിൽ മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? 1. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കോമ്പിനേഷൻ്റെ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, മനസ്സിലായി? അപ്പം നമുക്ക് ഒരു കാര്യം ആലോചിക്കണം, നമുക്ക് ഈ ഡിസ്റ്റൻസ് നോക്കേണ്ട കാര്യം ഉണ്ടോ ഇല്ലേ? ഇതൊരു സോർട്ടഡ് അറേയാണ്. നമുക്ക് മിനിമം ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പം നമുക്ക് കൺസിക്യൂട്ടീവ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ബോൾസിൻ്റെ ഡിസ്റ്റൻസ് നോക്കിയാൽ പോരെ. കാര്യം അതായിരിക്കും മിനിമം ഡിസ്റ്റൻസ്. അടുത്തടുത്ത് കിടക്കുന്ന ബോൾസിൻ്റെ ഡിസ്റ്റൻസ് നോക്കിയാൽ മതി, അതായിരിക്കും മിനിമം ഡിസ്റ്റൻസ്. കാര്യം നമുക്ക് ഇതും നോക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എന്തിനാണ് നോക്കുന്നത്? ഇത് വലുതായിരിക്കും, ഉറപ്പല്ലേ. കാര്യം സോർട്ടഡ് അറേക്കകത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിസ്റ്റൻസേ കിട്ടത്തുള്ളൂ. നമുക്ക് ചെറിയ ഡിസ്റ്റൻസുകൾ എപ്പോഴും അടുത്തടുത്ത് കിടക്കുന്ന ബോൾസിനകത്ത് തന്നെ ആയിരിക്കും. ഓക്കെ, ചെറിയ ഡിസ്റ്റൻസ് എപ്പോഴും അടുത്തടുത്ത് കിടക്കുന്ന ബോൾസിനകത്തായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് ഇങ്ങനെ ജമ്പിൾഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസിൻ്റെ ഡിസ്റ്റൻസ് എടുത്ത് നോക്കേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് അടുത്തടുത്ത് കിടന്ന് നോക്കുന്നത്. കാര്യം മിനിമം ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 3 - 1 2 ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. അത് എടുക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് മിനിമം ഡിസ്റ്റൻസുകളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കോമ്പിനേഷൻ്റെ മിനിമം ഡിസ്റ്റൻസ് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഇതിന് വേറൊരു കോമ്പിനേഷൻ നോക്കാം.
ഇവിടെ ഒരു ബോൾ വെച്ചു, ഇവിടെ ഒരു ബോൾ വെച്ചു, ഈ 70 ഇവിടെ ഒരു ബോൾ വെച്ചു. ഇതിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 - 1 2. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 7 - 3 4. ഇതിനകത്തുള്ള മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? ഇതൊക്കെ നോക്കണോ? അതൊക്കെ നോക്കേണ്ട കാര്യമില്ല. ഇത് നോക്കേണ്ട കാര്യം എന്താ? ഇത് സോർട്ടഡ് അറേയാണ്. അതുകൊണ്ട് മിനിമം ഡിസ്റ്റൻസുകൾ എപ്പോഴും രണ്ട് അടുത്തുള്ളത് കാണുന്ന ബോൾസിനകത്തുള്ള ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൽ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ കോമ്പിനേഷൻ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, കിട്ടി. വേറൊരു കോമ്പിനേഷൻ നോക്കാം. ഇവിടെ ഒരു ബോൾ വെച്ചു, ഇവിടെ ഒരു ബോൾ വെച്ചു, ഇവിടെ ഒരു ബോൾ വെച്ചു. ഇതിനുള്ള ഡിസ്റ്റൻസ് 1. ഇതിനുള്ള ഡിസ്റ്റൻസോ 7 - 2 നമുക്ക് 5. ഇതിലുള്ള മിനിമം ഡിസ്റ്റൻസ് ആണ് 1. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആണ് മിനിമം ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് വേറൊരു കോമ്പിനേഷൻ നോക്കാം. ഇവിടെ ഒരു ബോൾ വെച്ചു, ഇവിടെ ഒരു ബോൾ വെച്ചു, ഇവിടെ ഒരു ബോൾ വെച്ചു. ഓക്കെ, ഇവർ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? 4 - 1 3. ഇവർ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? 7 - 4 3. അപ്പോൾ ഇതിൽ രണ്ടിൻ്റെ മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? 3. രണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അപ്പം 3. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എങ്ങനെ കോമ്പിനേഷൻ എടുത്താലും അതിലെ മിനിമം ഡിസ്റ്റൻസുകൾ നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതി വെക്കുന്നു. ഓക്കെ, എല്ലാ കോമ്പിനേഷനും എഴുതി വെക്കും. എന്നിട്ട് അതിൽ ഏറ്റവും മാക്സിമം ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 3 ആണ് ഏറ്റവും മാക്സിമം. ഏത് കോമ്പിനേഷൻ എടുത്താലും അതിലെ മിനിമം ഡിസ്റ്റൻസിൻ്റെ ഒരു സെറ്റിനകത്ത് ഏറ്റവും വലിയ ഡിസ്റ്റൻസ് 3 ആയിരിക്കും. ഇതാണ് ആ ക്വസ്റ്റ്യൻ പറയുന്നത്. വി ഹാവ് ടു എൻഷുർ ദാറ്റ് ദ മിനിമം ഡിസ്റ്റൻസ് ഓഫ് ദി 2 ബോൾസ് ഈസ് മാക്സിമൈസ്ഡ്. അതായത് ഈ മിനിമം ഡിസ്റ്റൻസുകൾ അറയ്ക്കാത്ത ഈ സെറ്റിനകത്ത്, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനകത്ത് മിനിമം ഡിസ്റ്റൻസ് നമ്പേഴ്സാണ് ഈ ഗ്രൂപ്പ്. അതിനകത്തുള്ള മാക്സിമം എലമെൻ്റ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. ഇവിടെ കണ്ട റിട്ടേൺ വന്നത് എന്താണ്? 3 എന്ന് റിട്ടേൺ ആയത്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. എൻഷുർ ദാറ്റ് ദ മിനിമം മാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ എനി 2 ബോൾസ് ഈസ് മാക്സിമം. ഇപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സും ഡിസ്റ്റൻസും ഒരേപോലെയാണ് കോറിലേറ്റഡ് ആയി കിടക്കുന്നുള്ളതാണ് ഈ ഡിസ്റ്റൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇൻഡ്യൂഷൻ. എന്താ പറയുക, മിനിമം ഡിസ്റ്റൻസ് ഷുഡ് ബി മാക്സിമം. അപ്പം ഇതാണ് കുറക്കാവുക. അത് മനസ്സിലായി. ഓക്കെ, എന്താണ് ഈ മിനിമം ഡിസ്റ്റൻസ് മാക്സിമം? അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ബൈനറി സെർച്ച് ആണെന്ന് എങ്ങനെ മനസ്സിലാവും? ഒരു ക്വസ്റ്റ്യൻ ബൈനറി സെർച്ച് ആണെന്ന് മനസ്സിലായ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സെർച്ച് സ്പേസ് സോർട്ടഡ് ആയിരിക്കണം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ സൊല്യൂഷൻസ് കിട്ടുവാണ്. അതായത് നമുക്കൊരു മിഡ് എടുക്കുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുവാണെങ്കിൽ ആ ഒരു സൊല്യൂഷൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഫുള്ള് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ബൈനറി സെർച്ച് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ നമുക്ക് ബൈനറി സെർച്ച് ആണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ മനസ്സിലാവും? നമ്മൾക്ക് ഒരു സെർച്ച് സ്പേസ് ഉണ്ടെങ്കിൽ ആ സെർച്ച് സ്പേസ് സോർട്ടഡ് ആയിരിക്കണം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റ് വെച്ച് സൊല്യൂഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയാൻ പറ്റും, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മിക്കതും ബൈനറി സെർച്ച് വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് അങ്ങനെ പോസിബിൾ സൊല്യൂഷൻസ് നമുക്ക് കിട്ടുക, അത് കട്ട് ചെയ്ത് കളയാൻ പറ്റും എന്ന് എങ്ങനെ മനസ്സിലാവും? അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് ഡ്രൈ റൺ ചെയ്ത് നോക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ബുക്ക് അലൊക്കേഷൻ പ്രോബ്ലത്തിലും അതിന് മുമ്പത്തുള്ള ക്വസ്റ്റ്യൻ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ പ്രോബ്ലത്തിൽ എല്ലാം ഒരു സെർച്ച് സ്പേസ് നമ്മൾ വിഷ്വലൈസ് ചെയ്തു. ബുക്ക് അലൊക്കേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ സെർച്ച് സ്പേസ് സം ഓഫ് ഓൾ ദി പേജ് നമ്പേഴ്സ് ആയിരുന്നു നമ്മൾ സെർച്ച് സ്പേസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ അതിലേക്ക് സെർച്ച് സ്പേസ് എങ്ങനെ പഠിക്കും? നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട നമ്പർ എന്തായിരുന്നു? 3 ആയിരുന്നു നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലായി. നമുക്ക് മിനിമം when we ensure that the minimum distance between is maximum, we return 3. With 3 is the minimum distance, the maximum of minimum distances. Okay, ഈ നമ്പർ ഏത് റേഞ്ചിലായിരിക്കും കിടക്കുന്നത്? അതാണ് നമ്മുടെ സെർച്ച് സ്പേസ്. ഈ നമ്പർ കിടക്കുന്ന റേഞ്ച് എന്തായിരിക്കും? ഈ നമ്പർ കിടക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഈ അറയ്ക്കകത്ത് തന്നെ ആയിരിക്കുമല്ലോ ഈ ഡിസ്റ്റൻസ് കിടക്കുന്നത്. ഈ അറയ്ക്കകത്ത് നല്ല ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ അറയ്ക്കകത്ത് കിടക്കുന്ന ഏറ്റവും വലിയ എലമെന്റ് മൈനസ് ഏറ്റവും ചെറിയ എലമെന്റ് ആയിരിക്കും നമ്മുടെ സെർച്ച് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബൈനറി സെർച്ച് ഉപയോഗിക്കുന്ന സെർച്ച് സ്പേസ് എന്ന് പറയുന്നത് ഈ കിട്ടിയ അറയ്ക്കകത്തുള്ള ഏറ്റവും വലിയ എലമെന്റ് മൈനസ് ഏറ്റവും ചെറിയ എലമെന്റ് ആയിരിക്കും സെർച്ച് സ്പേസ്. കാര്യം നമുക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആ മാക്സിമം ഓഫ് മിനിമം ഡിസ്റ്റൻസസ് എന്ന് പറയുന്നത് ആ ഒരു റേഞ്ചിനകത്തായിരിക്കും ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൈനറി സെർച്ച് എടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 0 കൊടുത്തു, എൻഡിങ് ഇൻഡെക്സ് കൊടുത്തു. ഈ അറയ്ക്കകത്തുള്ള ബിഗ്ഗസ്റ്റ് എലമെന്റ് മാക്സ് ഓഫ് ദിസ് അറേ മൈനസ് ദ മിൻ ഓഫ് ദിസ് അറേ. അപ്പം ഇതാണ് നമ്മുടെ എൻഡിങ് ഇൻഡെക്സ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സെർച്ച് സ്പേസ്. ഓക്കെ, ആ ഒരു സെർച്ച് സ്പേസ് എന്ന് പറയുമ്പോൾ 7 - 1 6 ആയിരിക്കും. അപ്പോൾ 0 1 to 6 എന്ന് പറയുന്ന ഈ ഒരു സെർച്ച് സ്പേസ് നമുക്കുണ്ട്. ഓക്കെ, ഈ ഒരു സെർച്ച് സ്പേസിനകത്ത് നമ്മൾ ബൈനറി സെർച്ച് എടുത്തിട്ട് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകണം. അപ്പം നമുക്ക്
ആദ്യം നമുക്ക് ബൈനറി സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈച്ച് നമ്പർ ഈ നമ്പർ വരുന്ന എല്ലാ നമ്പറും ഒന്ന് ട്രൈ നോക്കാം. എന്താണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിലെ 1 എടുത്തു. 1 എടുക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഈ 1 ഡിസ്റ്റൻസ് വെച്ച് ബോൾസ് കീപ്പ് ചെയ്ത് നോക്കി സൊല്യൂഷൻ പോസിബിൾ ആണോ അല്ലെങ്കിൽ നോക്കാൻ പോവാം. ഈ 1 ഡിസ്റ്റൻസ് വെച്ച് ബോൾസ് അലൈൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സൊല്യൂഷൻ പോസിബിൾ ആണോ അല്ലെങ്കിൽ നോക്കാൻ പോവാം. അതായത് 1 ഈ സർഫേസിനകത്തുള്ള 1 എടുത്തു, ഇവിടെ ഒരു ബോൾ വെച്ചു, ഇവിടെ ഒരു ബോൾ വെച്ചു, പോസിബിൾ ആണോ? 2 - 1 ഡിസ്റ്റൻസ് 1 ആണ്. അപ്പോൾ നമുക്ക് ഈ 1ന് ഈ മിനിമം ഡിസ്റ്റൻസ് 1 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെക്കാം. 3 ബോൾ വെക്കണമല്ലോ, ഇവിടെ ഒരു ബോൾ വെച്ചു. 3 - 2 മിനിമം ഡിസ്റ്റൻസ് 1 ആണ്. അപ്പോൾ അവിടെയും വെക്കാം. അപ്പോൾ ഈ ഒരു പോസിബിൾ സൊല്യൂഷൻ ആണ്. ഓക്കെ, പോസിബിൾ സൊല്യൂഷൻ ആണ്, നമുക്ക് ടിക്ക് കൊടുക്കാം. ഇതൊരു പോസിബിൾ. അപ്പോൾ 1 ഡിസ്റ്റൻസ് വെച്ച് നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇതൊരു പോസിബിൾ സൊല്യൂഷൻ. നമുക്ക് ഇനി 2 ഡിസ്റ്റൻസ് നോക്കാം. അത് ഇവിടെ നിന്ന് സർഫേസിൽ നിന്ന് 2 ഡിസ്റ്റൻസ് വെച്ച് നമുക്ക് ബോൾസ് അലൈൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഒരു ബോൾ വെച്ചു, ഇവിടെ ബോൾ വെക്കാൻ പറ്റുമോ? 2 - 1 1 വരുന്നുള്ളൂ. നമുക്ക് 2 മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമുക്ക് ബോൾ അലൈൻ ചെയ്യണം. ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഇവിടെ വെക്കാൻ പറ്റുമോ? 3 - 1 2 വെക്കാം. ഇവിടെ ബോൾ വെക്കാം. ഓക്കെ, ഇവിടെ വെക്കാൻ പറ്റുമോ? 4 - 3 1 വരുന്നു. നമുക്ക് 2 മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഇവിടെ വെക്കാൻ പറ്റുമോ? 7 - 3 4 2വിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് നമുക്ക് 2 മിനിമം ഡിസ്റ്റൻസ് വെച്ചാൽ മതി. അപ്പം ഇവിടെയും വെക്കാം. അപ്പോൾ ഇതൊരു സൊല്യൂഷൻ ആണോ? 2 മിനിമം ഡിസ്റ്റൻസ് വെച്ച് നമ്മൾ സൊല്യൂഷൻ നോക്കി, അതും ഒരു സൊല്യൂഷൻ ആണ്. ഓക്കെ, നമുക്ക് 3 നോക്കാം. 3 നമുക്ക് ഇവിടെ ബോൾ വെച്ചു, ഇവിടെ ബോൾ വെക്കാൻ പറ്റുമോ? 2 - 1 3 അല്ല, ബോൾ വെക്കാൻ പറ്റത്തില്ല. ഇവിടെ ബോൾ വെക്കാൻ പറ്റുമോ? 3 - 1 2 ഇല്ല, പറ്റത്തില്ല. ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഇവിടെ വെക്കാൻ പറ്റുമോ? 4 - 1 3 ഇവിടെ വെക്കാം. ഇവിടെ ബോൾ വെക്കാം. ഇവിടെ ബോൾ വെക്കാൻ പറ്റുമോ? 7 - 4 3 ഇവിടെയും ബോൾ വെക്കാം. അപ്പോൾ ഇതൊരു പോസിബിൾ സൊല്യൂഷൻ ആണ്. നമുക്ക് 3 ബോൾ അറേഞ്ച് ചെയ്യാൻ പറ്റി, 3 ഡിസ്റ്റൻസ് വെച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു പോസിബിൾ സൊല്യൂഷൻ ആണ്. ഇതൊരു പോസിബിൾ സൊല്യൂഷൻ ആണ്. ഓക്കെ, 3 ഒരു പോസിബിൾ സൊല്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ 4 നോക്കാം. ഇവിടെ ബോൾ വെച്ചു, ഇവിടെ ബോൾ വെക്കാൻ പറ്റുമോ? ഇല്ല, 2 - 1 4 പറ്റത്തില്ല. ഇവിടെ ബോൾ വെക്കാൻ പറ്റുമോ? 3 - 1 2 4 ബോൾ വെക്കാൻ പറ്റത്തില്ല. ഇവിടെ വെക്കാൻ പറ്റുമോ? 4 - 1 3 ബോൾ വെക്കാൻ പറ്റുമോ? 4 ആണ് മിനിമം ഡിസ്റ്റൻസ് വേണ്ടത്. അല്ല, വെക്കാൻ പറ്റത്തില്ല. ഇവിടെ വെക്കാൻ പറ്റുമോ? 7 - 1 7 - 1 6 4 മിനിമം ഡിസ്റ്റൻസ്. ഇവിടെ ബോൾ വെക്കാം. ഓക്കെ, പക്ഷേ നമുക്ക് ഇത് കഴിഞ്ഞ് വേറെ അറിയില്ല. നമുക്ക് 3 ബോൾ പ്ലേസും ചെയ്യണം. അതുകൊണ്ട് ഇതൊരു സൊല്യൂഷൻ പോസിബിൾ അല്ല. ഇവിടെ 2 ബോളെ വെക്കാൻ പറ്റുള്ളൂ, നമുക്ക് 3 ബോൾ വെക്കണം. അതുകൊണ്ട് ഈ സൊല്യൂഷൻ പോസിബിൾ അല്ല. അപ്പം നമുക്ക് ഈ നിന്ന് മനസ്സിലാക്കാം, 4 ഡിസ്റ്റൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൽ സൊല്യൂഷൻ പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ 5 നോക്കേണ്ട കാര്യമുണ്ടോ? 4 വെച്ച് തന്നെ നമുക്ക് ബോൾസ് അറേഞ്ച് ചെയ്യാൻ സ്ഥലമില്ല. അങ്ങനെയാണെങ്കിൽ 5ൽ വെച്ച് കഴിഞ്ഞാൽ സ്ഥലം കിട്ടുമോ? ഇല്ല, കിട്ടത്തില്ല. 6 കിട്ടുമോ? ഇല്ല. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നോട്ടുള്ള സൊല്യൂഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലോ, അതിൻ്റെ മുന്നോട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും ബെറ്റർ സൊല്യൂഷൻ. നമുക്ക് കാര്യം എന്താണ്? അതിൻ്റെ മുന്നോട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും ബെറ്റർ. കാര്യം എന്താണ്? ഫോർ എക്സാമ്പിൾ ഇതൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടി, 1 നമുക്ക് സൊല്യൂഷൻ ആണ് കിട്ടി. പക്ഷെ നമുക്ക് ദ ബെസ്റ്റ് സൊല്യൂഷൻ ആണ് വേണ്ടത്. അതായത് മാക്സിമം ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് വി ഹാവ് ടു മാക്സിമൈസ് ദ മിനിമം ഡിസ്റ്റൻസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോകും. നമുക്ക് 3 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മുന്നോട്ട് റൈറ്റ് സൈഡിലേക്ക് പോകും. അതായത് ഒരു സൊല്യൂഷൻ നമുക്ക് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ S = m+1. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് മിഡ് ഇൻഡെക്സിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരും. ബൈനറി സെർച്ചിൽ അതാണ് നമ്മൾ ചെയ്യുന്നത്. അഥവാ നമുക്കൊരു നോൺ പോസിബിൾ സൊല്യൂഷൻ കിട്ടിയാലോ, അതായത് ഇവിടെ ഒരു പോസിബിൾ സൊല്യൂഷൻ അല്ല നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മുന്നോട്ട് നോക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് ബാക്കിലേക്ക് വരും. E = m-1. അപ്പം പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് മുന്നോട്ട് കൊണ്ടുവരും. പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എൻഡിങ് ഇൻഡെക്സ് പുറകോട്ട് കൊണ്ടുവരും. ഇതാണ് നമ്മൾ ബൈനറി സെർച്ച് ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇത് ബൈനറി സെർച്ച് ആണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ് ബൈനറി സെർച്ച് മനസ്സിലാവും. ഓക്കെ, നമുക്കിനി ഇത് ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് ബാക്കിയുള്ള മനസ്സിലാവും. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ഇനിഷ്യലൈസ് ചെയ്യാം. S = 0. എൻഡിങ് ഇനിഷ്യലൈസ് ചെയ്യാം. എൻഡിങ് ഇൻഡെക്സ് എന്താണ്? ഇതിൻ്റെ സർസ്പേസിൻ്റെ എൻഡാണ്. സർസ്പേസിൻ്റെ എൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞ പോലെ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാക്സിമം എലമെന്റ് എന്താ പറയുക മൈനസ് സ്മോളസ്റ്റ് എലമെന്റ് എന്താ പറയുക. അങ്ങനെ നമുക്ക് E = nums അല്ല, ഇവിടെ പൊസിഷൻ ഡോട്ട് സൈസ് -1 മൈനസ് പൊസിഷൻ 0. മനസ്സിലായോ?
അതിൻ്റെ ലാസ്റ്റ് ഇതിനൊരു കാര്യമുണ്ട്. ഇതിന് നമ്മൾ സോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ക്വസ്റ്റ്യൻ നമ്മൾ ഇത് സോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും തോന്നത്തുള്ളൂ. നമ്മൾ സോർട്ട് ചെയ്യും. കാര്യം എന്താണ്, നമുക്ക് കൺസിക്യൂട്ടീവ് എലമെന്റ്സ് ആണ് നോക്കേണ്ടത് ഒന്നാമത്തത്. രണ്ടാമത്തത് നമുക്ക് ഇതെടുക്കുമ്പോൾ കറക്റ്റ് കിട്ടണ്ടേ. ലാസ്റ്റ് എലമെന്റ്, അതായത് ലാസ്റ്റ് എലമെന്റ് മൈനസ് ഫസ്റ്റ് എലമെന്റ് ആണിത്. പൊസിഷൻ ഡോട്ട് സൈസ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എലമെന്റ് ഇൻഡെക്സ് കിട്ടും. അത് പൊസിഷനിൽ ഇടുമ്പോൾ ലാസ്റ്റ് എലമെന്റ് വാല്യൂ കിട്ടും. ഫസ്റ്റ് എലമെന്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സബ് സ്പേസ് കിട്ടും. മാക്സ് ഓഫ് ദ അറേ മൈനസ് മിൻ ഓഫ് ദി അറേ, ഇതാണ് ഇത്. ഓക്കെ, ഇത് എന്ന് പറയുന്നത് സോർട്ട് ചെയ്യും. നമ്മൾ ആദ്യം സോർട്ട് ചെയ്യും. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഇനിഷ്യലൈസ് ചെയ്തു, എൻഡിങ് ഇൻഡെക്സ് ഇനിഷ്യലൈസ് ചെയ്തു. എൻഡിങ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സബ് സ്പേസിനകത്തുള്ള എൻഡിങ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആ സബ് സ്പേസിനകത്തുള്ള മാക്സ് എലമെന്റ് മൈനസ് മിൻ എലമെന്റ്, അതാണ് നമ്മുടെ സബ് സ്പേസ്. അതായത് ഇപ്പം ഈ ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ 7 - 1 എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പോൾ 0 to 6 ആണ് നമ്മുടെ സബ് സ്പേസ്. നമ്മളിവിടെ വൈൽ സാധാരണ നമ്മുടെ ബൈനറി സെർച്ച് പോലെ ഇവിടെ നമുക്ക് മിഡ് എലമെന്റ് എടുക്കാം. ഇതിൻ്റെ മിഡ് ഓഫ് ദിസ് എന്ന് പറയുന്നത് എന്താണ്, എസ് പ്ലസ് ഇ മൈനസ് എസ് ബൈ 2. മിഡ് നമ്മൾ ഇവിടെ നമുക്കിനി സൊല്യൂഷൻ പോസിബിൾ ആണോ, നമുക്ക് സൊല്യൂഷൻ പോസിബിൾ ആണ്. സൊല്യൂഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ പറഞ്ഞതാണ് സൊല്യൂഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻസർ സ്റ്റോർ ചെയ്യും. ആദ്യം ഒരു ആൻസർ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യും. ആദ്യം -1 ഇനിഷ്യലൈസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ പോസിബിൾ സൊല്യൂഷൻ പോസിബിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മിഡിലേക്ക് ആൻസർ ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് അല്ല മിഡ് പ്ലസ് 1. എന്നിട്ട് നമുക്ക് സൊല്യൂഷൻ പോസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഇ ഇസ് ഈക്വൽ ടു മിഡ് മൈനസ് 1. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് പറഞ്ഞ പോലെ ഇവിടെ നമ്മളൊന്ന് ഇവിടെ ചെയ്ത പോലെ നമുക്കിപ്പം സൊല്യൂഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ എസ് ഇസ് ഈക്വൽ മിഡ് പ്ലസ് 1. സൊല്യൂഷൻ പോസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തോട്ട് വേണം, ഈസി വരും. എന്നിട്ട് നമുക്ക് മിഡ് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ വയലിന് പുറത്ത് വരുമ്പോൾ ആൻസർ കിട്ടാണ്. ഓക്കെ, ഇനി ചെയ്യേണ്ട ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ്. അത് കുറച്ച് കൺഫ്യൂസിങ് ആവുന്നത്, നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം എന്താ കൊടുക്കണം അതിനകത്ത്, പൊസിഷൻ, പിന്നെ എന്താ കൊടുക്കേണ്ട, എം, പിന്നെ തുടങ്ങേണ്ട മിഡ്. ഇത്രയും ഈ അറയ്ക്കകത്ത് കൊടുക്കാൻ പോകണം, അല്ല ഈ ഫംഗ്ഷൻ കൊടുക്കാൻ പോകണം. നമുക്കിതൊരു ബൂളിയൻ ഫംഗ്ഷനാണ്. നമുക്ക് പിന്നെ ആദ്യം ഇതൊക്കെ ചെയ്യാം. പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്യാം. പൊസിഷൻ കൊടുക്കുമ്പോൾ വേറൊന്നുമില്ല കൊടുക്കാം. എം ഉണ്ട്, നമ്പർ ഓഫ് ബോൾസ്, പിന്നെ നമുക്ക് മിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്പേസിൽ നിന്ന് കിട്ടിയ മിനിമം ഡിസ്റ്റൻസ് ആണ്. സബ് സ്പേസിൽ നിന്ന് കിട്ടിയ മിനിമം ഡിസ്റ്റൻസ്, അത് സബ് സ്പേസ് കിട്ടിയ ഒരു മിഡ് എലമെന്റ്, അത് നമുക്ക് ചെക്ക് ചെയ്യണം. ആ മിഡ് എലമെന്റ് വെച്ചിട്ട് നമുക്ക് സൊല്യൂഷൻ പോസിബിൾ ആണോ അല്ലേ എന്നുള്ളത്. അപ്പം ഈ ഒരു ഡിസൈൻ ലോജിക്ക് എന്തായിരിക്കും നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഒരു നമുക്ക് ബോൾസ് കൗണ്ട് ഇപ്പോൾ 1 ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് ബോൾസ് പ്ലേസ് ചെയ്യണമല്ലോ. ബോൾസ് പ്ലേസ് ചെയ്യാൻ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്നാലും നമുക്ക് ബോൾസ് പ്ലേസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയാണ്, മനസ്സിലായില്ലേ. അപ്പം ബോൾസ് പ്ലേസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം. നമുക്ക് ഒരു കാര്യം കൂടെ അത് ഇനിഷ്യലൈസ് ചെയ്യണം. ഇതിൻ്റെ ലാസ്റ്റ് പ്ലേസ്ഡ് ഈക്വൽ ടു നംസോ അല്ലെങ്കിൽ AR 0 ആയിട്ട് നമ്മൾ തുടങ്ങാൻ 0-ലായിരിക്കും. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ബോൾ പ്ലേസ് ചെയ്യുമ്പോൾ 0-ലായിരിക്കുമല്ലോ. അപ്പോൾ ലാസ്റ്റ് പ്ലേസ്ഡ് ബോൾ എന്ന് പറയുന്നത് അറേ ഓഫ് 0-ക്കകത്തായിരിക്കും. കറണ്ട് ബോൾസ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, നമുക്ക് ഇനി അറേ മുന്നോട്ട് പോകണം. ഇതിൻ്റെ അറേ ട്രാവേഴ്സ് 0 AR size ഇനി ഇഫിനകത്ത് എന്തായിരിക്കും, നമുക്ക് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ കറണ്ട് എലമെന്റ്, അതായത് കറണ്ട് അറയ്ക്കകത്തുള്ള എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, AR ഓഫ് കറണ്ട് എലമെന്റ് മൈനസ് ദ ലാസ്റ്റ് പ്ലേസ്ഡ്
ലാസ്റ്റ് കോർഡിനേറ്റ്, ലാസ്റ്റ് ബോൾ പ്ലേസ്ഡ് കോർഡിനേറ്റ്, ലാസ്റ്റ് ബോൾ ലാസ്റ്റ് എന്ന കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മിഡ്, സർഫേസിനകത്ത് വന്ന ആ ഒരു മിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബോൾ ഒന്നുകൂടെ പ്ലേസ് ചെയ്യും. ബോൾസ് പ്ലസ് പ്ലസ് അത് മനസ്സിലായി. അതായത് ഇവിടെ നമ്മൾ ആദ്യം പ്ലേസ് ചെയ്തു, പിന്നെ ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ഡിസ്റ്റൻസ് കിട്ടി മിഡിനെ കാട്ടി വലുതാണെന്നുണ്ടെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യും. ഇവിടെ ഡിസ്റ്റൻസ് വലുതാണെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യും. വലുതല്ല എന്നുണ്ടെങ്കിൽ പ്ലേസ് ചെയ്യില്ല. ഇവിടെ കിട്ടി മിഡിനെ കാട്ടി ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ കിട്ടി മിഡിനെ കാട്ടി വലുതാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പം മിഡ് കിട്ടിയത് ഇവിടെ 3 ആണെന്ന് വെച്ചോ. അപ്പം 4 - 1 എന്ന് പറയുന്നത് 3 ആണല്ലോ. അപ്പോൾ ഇവിടെ 4ൽ പ്ലേസ് ചെയ്യും. 4ൽ പ്ലേസ് ചെയ്യുന്നതിലാണ് നമ്മൾ ഈ ബോൾസ് പ്ലസ് പ്ലസ് ചെയ്യുന്നത്. ബോൾസ് പ്ലസ് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ ചെയ്യാം നമുക്ക്. ബോൾസ് ഈക്വൽ ടു മിഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യും. മിഡല്ല ഈക്വൽ ടു തെറ്റി, മിഡല്ല എം നമ്പർ ഓഫ് ബോൾസ് പ്ലേസ് ചെയ്യണം. നമ്മൾ ബോൾസ് പ്ലേസ് ചെയ്ത് എം നമ്പർ ആയെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ ട്രൂ. നമുക്ക് പോസിബിൾ ആണ്, ഈ ഒരു സൊല്യൂഷൻ പോസിബിൾ ആണ്. നമുക്ക് എല്ലാ ബോളും പ്ലേസ് ചെയ്യാൻ പറ്റി, അങ്ങനെ റിട്ടേൺ ട്രൂ. അല്ലാന്നുണ്ടെങ്കിൽ ഫോർവേഡ് പുറത്തൊന്നുമില്ല, റിട്ടേൺ ഫോൾസ്. പക്ഷെ ഒരു കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ല, ലാസ്റ്റ് ബോൾ അപ്ഡേറ്റ് ചെയ്യണം. ലാസ്റ്റ് ബോൾ ലാസ്റ്റ് പ്ലേസ് അതായത് ആദ്യം ലാസ്റ്റ് പ്ലേസ് 0 ആയിരുന്നു. പിന്നെ നമ്മൾ ഡിസ്റ്റൻസ് പറ്റുമോ നോക്കി ഇവിടെ ഒന്ന് ബോൾ പ്ലേസ് ചെയ്തു. അപ്പം അടുത്ത ലാസ്റ്റ് പ്ലേസ് ഇതായിരിക്കും. അതാകുമ്പോൾ പറ്റുമെന്ന് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് പ്ലേസ് ഇതായിരിക്കും, നമ്മൾ ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കഴിഞ്ഞ് ലാസ്റ്റ് പ്ലേസ് ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് പ്ലേസ് ഇതായിരിക്കും. അപ്പോൾ അടുത്ത് നോക്കണമെങ്കിൽ ലാസ്റ്റ് പ്ലേസ് അതായിരിക്കും. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വെച്ച ബോൾസിൻ്റെ കോർഡിനേറ്റ് ആയിരിക്കും ലാസ്റ്റ് പ്ലേസ് ഇടാക്കുക. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ഓരോ തവണ നമുക്ക് മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഇതിൽ ഈ ഒരു പർട്ടിക്കുലർ അറയിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നോക്കാൻ പറ്റും ഈ ഒരു കോഡ് വെച്ചിട്ട്. ഓക്കെ, ഇത് റൺ ചെയ്ത് നോക്കാം. എന്ത് സംഭവം? അയ്യോ, എല്ലാം പോയാ. ഒരു സെക്കൻഡ്. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. പാസ്സായി. Okay, we are first.